ചപ്പാത്തി പാപ്പം. പൊറോട്ട ഒന്ന് അമ്മ മാത്രമേ പറയുള്ളൂ. ചപ്പാത്തി പാപ്പം. ചന്ദ്രപ്പ ആ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തി. ഗായ്സ് എന്തായി ഗോതമ്പ് പൊറോട്ട? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല. റെഡിമെയ്ഡ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങാനാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. അവന്മാർക്ക് പരത്തണം, പിന്നെ അവന്മാർക്ക് കുഴയ്ക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ തേജ ബോയ്സ് ആൻഡ് ഫാമിലി. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് അപ്പൊ അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മളെല്ലാവരും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി, എല്ലാവരും ഞാൻ ചപ്പാത്തി, പിന്നെ പുട്ട്, അട, ദോശ, അതൊക്കെയാണ് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഇത് മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചു കേട്ടോ. ഇത് 2-3 മണിക്കൂർ ഇങ്ങനെ കുഴച്ച് വെച്ചേക്കണം. അപ്പം നമുക്ക് കുഴക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഭയങ്കര മഴയും വെള്ളവും കരണ്ടൊന്നും ഇല്ല. നമ്മുടെ ആറ്റിലൊക്കെ കണ്ട വെള്ളമൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് മഴയായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും വെള്ളമൊക്കെ ആയിരിക്കുന്നത്. അപ്പം ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് സാധാരണ നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ തന്നെ കുഴച്ച് വെച്ചിട്ട് അതിൽ ഇച്ചിരി മണ്ടയ്ക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് ഞാൻ ഈ മാവ് കുഴച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്കൊക്കെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ പൊടി തൂങ്ങിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിന് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ തൂത്ത് കൊടുത്ത് പരത്തിയെടുക്കണം. നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ തന്നെ ആദ്യം നല്ല റൗണ്ടിൽ. എൻ്റെ ചിലപ്പോൾ റൗണ്ട് ആവില്ല, കുഴപ്പമില്ല. ഏകദേശമൊക്കെ ഒരു റൗണ്ടായി വന്നാൽ മാത്രം മതി. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എടുത്ത് അടിച്ച് പരത്തി അങ്ങനെയൊന്നുമല്ല, ചപ്പാത്തി ഉണ്ടാക്കും പോലെ പരത്തിയിട്ടാണ് ഇതിൻ്റെ. ഇനി പൊറോട്ട പോലെ എങ്ങനെ ആവും? അതാണ് കാണിക്കാൻ പോകുന്നത്. വേണ്ട, ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇത് ഇനി നമ്മൾ നോക്കിയോ, നമ്മുടെ ഞുറിവെടുക്കും പോലെ താണ്ട് ഇങ്ങനെ 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 ഞുറിവാക്കി എടുക്കും. കണ്ട? എന്നിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടാ തന്നെ പൊറോട്ടയ്ക്ക് ചുരുട്ടും പോലെ ഇങ്ങനെ ചുരുട്ടി അതന്നെ. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുമ്പോഴത്തേനും നമ്മൾ പൊടിയല്ലേ എടുക്കാറുള്ളത്, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ എണ്ണയാണ് എടുക്കുന്നത്. എന്നാൽ പക്ഷേ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര എണ്ണയും ഉപയോഗിക്കണില്ല. വീണ്ടും പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തി പോലെ ഇല്ല. അത് നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്കിനും അതുപോലെ ടേസ്റ്റിൽ വ്യത്യാസം ചപ്പാത്തിയുടെ കയ്യിൽ ഇരിക്കുള്ളൂ. എന്നാലും പക്ഷേ എണ്ണയുടെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുരിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പൊറോട്ട എന്ന് പറയുമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തി പോലെ തന്നെ ആയി പറഞ്ഞത്.
കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് അറിയാം വേറെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ. ഇതാ അമ്മ ഇപ്പം അങ്ങോട്ട് മാറി ടൈമിൽ പറഞ്ഞ കേട്ടോ, കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൊലപാതകം നടക്കും. ഇതെന്താണ് പൊറോട്ട? ഇവിടെ പൊറോട്ട ഉണ്ടാക്കിയിരിക്കണമെന്നോ എനിക്ക് മനസ്സിലാവും. ഇതിനെ അടിച്ചു പരത്തോ? ബെസ്റ്റ്. അതിൻ്റെ കുറവുകൂടെ ഉള്ളു. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ 5-6 ഒരുമിച്ചാകുമ്പോഴത്തേനും അല്ലേ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അതുപോലെ ഇതും നമുക്കൊരു 3-4-5 പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചുറ്റിട്ട് എടുത്ത് അടിച്ചെടുക്കാം. ഇത് അട്ട ഫ്ലോപ്പാണ്. എനിക്കൊരു പൊറോട്ട ആയിട്ട് തോന്നണില്ല. ഫ്ലോപ്പായ നമ്മൾ ചപ്പാത്തി ആയിട്ടത് കഴിക്കും. അവിടെ വെള്ളം കൂടുന്ന കാണാനെ കൊണ്ട് ആൾക്കാർ വന്നു. എവിടെ? അക്കരെ. ആളുകാർ വന്നു. അക്കരെ അവിടെ കൊട്ടത്തിനകത്ത് നിൽക്കുന്നു. അത് അപ്പുറത്തെ വീട്ടുകാർ നന്നായിട്ട് കൂടുന്നുണ്ടല്ലേ. ഇത് ആ മഴ പെയ്തതിൻ്റെ വെള്ളമാണ്. പൊറോട്ട കടയിലൊക്കെ വെച്ചേക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കാം. നല്ല പൊറോട്ട ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കറി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉരുളക്കിഴങ്ങ് കറിയാ? അല്ലാതെ ചിക്കനും ബീഫും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ലല്ലോ. മാലയിട്ടേക്കല്ലേ. ഉരുളക്കിഴങ്ങ് കറിയുടെ വേറെ ഒന്നും ഇല്ലേ? പനീർ ബട്ടർ മസാല, കോളിഫ്ലവർ കറി, അങ്ങനത്തെ എന്തെങ്കിലും? നമുക്ക് അർമാനിന്ന് കറി പാഴ്സൽ മേടിച്ചല്ല, പനീർ ബട്ടർ മസാല. അന്ന് ഉരുളക്കിഴങ്ങ് മടുത്ത് കഴിച്ച് തക്കാളിക്കറിയാ? തക്കാളിക്കറി കൊള്ളത്തില്ല. എന്താടി പറ. ഇത് കൊറേ സമയം എടുക്കുമല്ലേ. നീ ഇതെല്ലാം ഇതേ കണക്ക് ഉരുട്ടിയിട്ട് ബാക്കി പിന്നെ എടുക്കാല്ലേ. ഗായ്സ്, എന്തായി ഗോതമ്പ് പൊറോട്ട? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല. ഇപ്പം റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങാനാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. അവന്മാർക്ക് പരത്തണം, പിന്നെ അവന്മാർക്ക് കുഴയ്ക്കണം. കേറാതാ തന്നെത്താനെ കസേര നീക്കിക്കൊണ്ടിട്ട് നിൽക്കുക. ഇവിടെ താഴെ വീഴും. നിൽക്കവിടെ. അതി പിടിക്കരുത്. കസേരയിട്ട് വാങ്ങേ. ഒരാളെ എടുക്കും കളിച്ചോ. അമ്മ ഇറങ്ങി താഴെ വിട്ടാടാ. എന്റെ പൊന്നിന്റെ അമ്മക്ക് താഴെ വിട്ടാ പൊന്ന അധികം തരി ചക്കര് ചക്കര് നിക്കർ എവിടാ? വേർ ഈസ് യുവർ നിക്കർ? വേർ ഈസ് യുവർ നിക്കർ?
ഉണ്ടല്ലോ നിന്നെ. പോയിട്ടോ പോയിട്ടോ, ഇറങ്ങ. ഇവിടെ എന്തുവാ ഇത്? ഇറങ്ങ ഇങ്ങോട്ടാണ്. പോയി നിക്കറിട്ട് പോയേ, ഇല്ലേ ഞാൻ വീഡിയോ എടുക്കൂല. നീ തുണി ഇല്ലായ്മ കണ്ടിട്ട് ഇനി വേറെ സീനാക്കണ്ട. നിക്കറെടുത്തില്ല നിക്കറെടുക്കാൻ പോയെടുത്തിട്ട് വാ, പോയെടുത്തിട്ട് നിക്കറെടുത്തിട്ട് വാ. ചന്ദ്രോ കൊയ്പ്പിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് കൊയ്പ്പ് നോക്കിയാൽ മനസ്സിലാവട്ടെ. അവര് കുറച്ച് വീഡിയോ മുന്നോട്ട് കൊയ്പ്പിന്റെ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊയ്പ്പിനോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്യണം. നിക്കറെടുക്കാൻ പോകാൻ പറഞ്ഞാൽ റൂമിൽ കയറാൻ പേടിയെന്ന് തോന്നും. വെട്ടമില്ലാത്തതോടെ അവിടെ കിടന്ന് കറങ്ങും. ഇതിപ്പോ എന്തായത്? എടുത്തില്ലേ ഇത്? ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മെയിൻ കാരണം പ്രീത്താടി. അവര് വരണം, പിന്നെ ഇവിടെ അടിയാവും, ബഹളാവും, കരച്ചിലാവും. ചക്കര ചപ്പാത്തി പറഞ്ഞാലി. ഓ അയ്യോ ഗായ്സ്, കറണ്ട് പോയിരിക്കുന്നു ഗായ്സ്, കറണ്ട് പോയി. എന്തുവാ നമ്മുടെ ഇൻവെർട്ടർ ഓണാക്ക് പോയി. ഇൻവെർട്ടർ നമ്മുടെ ഇൻവെർട്ടർ കറണ്ട് പോയി ഗായ്സ്. രാവിലെ തൊട്ടേ മഴയും ചൂട ക്ലൈമറ്റ്. എമർജൻസി ഓണാക്കാം. അടിപൊളി. എമർജൻസിയെ കൊണ്ടുവന്നപ്പോ കറണ്ട് വന്നല്ലോ. വീണ്ടും പോയല്ലോ. വേണോ? തന്നതെവിടെ? എവിടെ? എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. തന്നെടുത്തുമ്പോ മുമ്പേ തന്നതെവിടെ? എന്താ അതിന് മാവ് കൊടുത്തിട്ട് എങ്ങാണ്ട് കൊണ്ട് ഒട്ടിച്ചിട്ട് അടുത്തതിന് വന്നേക്കുന്നു. മറ്റേതെവിടെ? എവിടെപ്പാ തിന്ന? അയ്യോ, ഇത് വായിച്ചിട്ട് വായി ഒട്ടിയിരിക്കും. നേരിട്ട് അങ്ങോട്ട് പോകല്ലേ? വാ, ഇരുട്ട് പേടിയുള്ള ഇവിടെ നിപ്പുണ്ട്. ചന്ദ്രഞ്ഞു വാ. കസര നീങ്ങിയെന്ന് കുണ്ടിയെല്ലാം പോച്ചേ അവസ്ഥയാവും.
മതി ഇറങ്ങ മതി 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 കഴിഞ്ഞില്ലേ ഇത് ഇതുകൂടി കഴിഞ്ഞിട്ട് ഇനി അടുത്തിട്ട് ഇനി അടിക്കണോ? ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കടയിൽ നിന്ന് ഒരു ചപ്പാത്തി എടുക്കുക, ഉരുളക്കിഴങ്ങൊന്നുമില്ലേ പറഞ്ഞു, അതും കൂട്ടി കഴിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അത് ചുമ്മാ മെനക്കെട്ട പരിപാടി. എനിക്ക് വേണ്ട, കടയിൽ മാഗി ഉണ്ടോ? ഞാൻ മറ്റേ മാഗി കഴിച്ചോളാം. ആ ഇപ്പൊ 10-15 ഉള്ളൂ, സുഖമായിട്ട് തിന്നാവുന്നേ ഉള്ളൂ. തിന്നി നമ്മളില്ലേ. എന്ത് സംഭവിച്ചൂടെ? ഇത് നമ്മള് ഈ പലകയും കൊണ്ട് പരത്തുന്നതിനേക്കാളും നല്ലത് അണ്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കിയാൽ മതി. എപ്പോഴാ? അതാകുമ്പോ ഭയങ്കരമായിട്ട് അങ്ങ് പരന്നു പോത്തില്ല. കൊച്ചിയുടെ കാര്യം മനസ്സിലായി എന്നുള്ളതാണ് അതിന്റെ ഒരു ശരിക്കും അവസ്ഥ. ഇതിപ്പോ എന്താണ് സംഭവം? ഓക്കെ, അപ്പൊ നീ എന്തായാലും ഇതെല്ലാം ബാക്കിയല്ല ഇതുപോലെ ചപ്പി. അപ്പൊ ഗായ്സ് ഉരുട്ടി വച്ചിരുന്ന എല്ലാ സാധനവും ഇവിടെ പരത്തിയിട്ടിരിക്കുന്നു. ഈ അടുത്ത് എന്താണ് അപ്പൊ അടിച്ചത്? ഓ ഇനിയാണല്ലോ ചുട്ടിട്ടാണോ അടിക്കണം? ഇതിൽ ഇനി എണ്ണ നല്ല തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എണ്ണക്കകത്ത് ഇട്ടാക്കിയത് കൊണ്ട് ഇനി എണ്ണ ഇടുന്ന ഒഴിച്ചു കൊടുക്കണം. അമ്മ കടലാള് ഇത് നമ്മളിനി ചപ്പാത്തി ചുട്ടെടുക്കും പോലെ. ഇത് നീ ഏത് അർത്ഥത്തിലാണ് ഈ പൊറോട്ട എന്ന് പറഞ്ഞ് ഇപ്പോഴും മനസ്സിലാവുന്നത്? ഈ ചപ്പാത്തി ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചപ്പാത്തി വേണ്ടി കുഴന്റെ ആ അവസ്ഥയാവുന്നത്. പൊറോട്ട കായ് വരൂല. ചന്ദ്രു പറ, ഇതായി വരുമോ? നോ. നീ ഇവിടെ എന്ത് ചെയ്യണേ? ഇന്ദ്രു എന്ത് ചെയ്യണേ? മാമ കൊണ്ടുപോയില്ലേ? എന്തോ മാമന് അങ്ങനെ കൊണ്ടുപോകത്തില്ല. എപ്പോ കണ്ടാലും അപ്പോഴേ എടുത്ത് കൊടുക്കും. എടുത്തില്ല റോഡ്? ഓ അമ്മ എടുത്തു. നീ ഇവിടെ നിക്കറക്കിടാതിരുന്ന് എന്ത് ചെയ്യണം നീ? ഓ പെപ്സി മാ എല്ലാം ഒത്തെടുക്കാൻ നോക്കിയാണ്. ചപ്പാത്തി പാപ്പം പൊറോട്ട ഒന്ന് അമ്മ മാത്രമേ പറയുള്ളൂ. ചപ്പാത്തി പാപ്പം ചന്ദ്രപ്പ. ആ ചപ്പാത്തി 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 എന്താണ് ചപ്പാത്തി? ചപ്പാത്തി ചപ്പാത്തി അച്ഛനെ ചെറഞ്ഞു വയ്ക്കണം. അടി വരുന്ന ആ എന്തായാലും ഇതിന് കഴിച്ചും കൂടെ നോക്കിയിട്ട് പറയാം ഗൈസ്, ചപ്പാത്തിയാണോ പൊറോട്ടയാണോ? പൊറോട്ടയല്ലേ? ഗോതമ്പ് പൊറോട്ട മൈദ മാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് വേറെ ടേസ്റ്റ് ആണ്. മൈദ മാവെന്ന് പറഞ്ഞത് ഗോതമ്പിന്റെ വേസ്റ്റ് ആണ് മൈദ. ഓ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? അതെന്റെ അമ്മ പറഞ്ഞു.
എന്തായി ഗായ്സ്? എന്താണ് ഇവിടെ പരിപാടി? എന്തായി? ഇത് ഞാൻ 5-6 ചുട്ടിട്ടുണ്ട്. ആ അത് നമുക്കിങ്ങനെ അടിച്ചു അടിക്കി അടിക്കി. എന്താടാ ചൂടോടെ തന്നെ അടിക്കണം കേട്ടോ. ഓ ചപ്പാത്തി എടുത്തിട്ട് അടിക്കുവാണല്ലേ? ആ പിന്നെ സൂപ്പറായി. ഓ അമ്പോ അടിച്ചപ്പോ എന്ത് പൊന്നെ, അടിച്ചപ്പോ പൊറോട്ട വയ്യാണ്. ഓ ഓ എന്ത് കണ്ടാണ്, എന്ത് കണ്ടാണ്? ഇത് ചപ്പാത്തി ഇത് എടുത്തിട്ട് ഇടിക്കണം. ഈ അടി ഇത്രയും നാള് പൊറോട്ടയ്ക്ക് മാത്രം കൊണ്ടാ മതിയായിരുന്നു, ഇത് ചപ്പാത്തിക്ക് കൊള്ളണമല്ലേ? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കിയാണ് ഞാൻ ചപ്പാത്തി അത് കുളമായിന്നേ ഉള്ളൂ, മനസ്സിലായ? ചപ്പാത്തി ആയിരുന്നെങ്കിൽ ചപ്പാത്തി കഴിച്ചപ്പോ ചപ്പാത്തിനെ കുളമാക്കി, ചപ്പാത്തി വലിച്ചു കീറി. ഇതാണ് ഇതിന്റെ പേര്. ഗോതമ്പ് പൊറോട്ട എന്നല്ല, ചപ്പാത്തിയെ കുളമാക്കി. കുളവാക്കിയിൽ സംസാരിക്കുകയാണെങ്കിൽ ചപ്പാത്തിയെ കുളമാക്കി, അതാണ് ഇതിന്റെ പേര്. അല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഗോതമ്പ് പൊറോട്ട? അത് വീണ്ടും പിടിക്കേണ്ടത്, അങ്ങനെ ഇനി എടുത്ത് കറിയും കൂട്ടി കഴിക്കുക, അതേ ഉള്ളൂ. ഇടിച്ച് കുളവാക്കല്ലേ? ഇത് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ അങ്ങനെ ആവൂല, ചപ്പാത്തി ഇരിക്കുള്ളൂ. ഏത് പൊറോട്ട? ഇത് ഒരു പൊറോട്ട എടുത്ത് കാണിച്ചത്, ഒരു പൊറോട്ട. ഇതാണ് ഗായ്സ് പൊറോട്ട. ഇതാണ് പൊറോട്ട. ഈ കിടക്കുന്നതാണ് പൊറോട്ട. ഗായ്സ് ഇത് പൊറോട്ടയാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയൂ ഗായ്സ്? ഇതാണ് പൊറോട്ട. പൊറോട്ട ചപ്പാത്തിയെ തിരിച്ചറിഞ്ഞൂടാ. പിന്നെ കാര്യം പറയുമ്പോ അല്ലെങ്കിൽ സത്യം പറയുന്ന ആൾക്കാരെ പണ്ട് തൊട്ടേ അടിയും വെട്ടിയും നെഞ്ചിൽ ഉണ്ട കയറ്റ കുറല്ലോ പണി. എന്നാലും ചന്ദ്രു പറയടാ, നീ പൊറോട്ട കഴിച്ചിട്ടുള്ളല്ലേ? ഇതാണോ പൊറോട്ട? എന്തിനു പറ, ഇതാണോ പൊറോട്ട? അയ്യോ പൊറോട്ട തിന്നെ, പൊറോട്ട ഗോതമ്പ് പൊറോട്ട. ഇവരുടെ കൂടെ അമ്മ, ഇവരുടെ കൂടെ കൊച്ചിന് നാണം വരും. സൂപ്പർ 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 സൂപ്പർ. അമ്മയുടെ ചപ്പാത്തി കഴിച്ചിട്ട് മക്കൾ വാവ് പറയുന്നത് കണ്ടോ ഗായ്സ്? അപ്പൊ ഗായ്സ് ഇത് അട്ടർ ഫ്ലോപ്പാണ്. ഇത് ഗോതമ്പ് പൊറോട്ടയുടെ എനിക്ക് എന്തായാലും ഒരു വരൂല. ഇതെന്തായാലും എന്റെ ഇവിടെയൊക്കെ ചപ്പാത്തി എന്ന് പറയും. ചപ്പാത്തിനെ അടിച്ച് കൊളാക്കിട്ടേക്കുന്നു. ഇത് അത്രയും കൂടി കൊളാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഈ വീഡിയോയിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ചപ്പാത്തി കൊളാക്കി, അതാണ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ 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 പറ, ബൈ ബൈ പറ, ബൈ ബൈ. ഓ ഇങ്ങോട്ട് ക്യാമറയിൽ നോക്കി. ഓക്കെ.